അൻപു ഉദയം പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഞാൻ നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയ്ക്കും എന്റെ 147 കോടി സഹപൗരന്മാർക്കും സമർപ്പിക്കുന്നു. സെംബൂസെ എം സുഭാഷ് ബാബു, പ്രസിഡന്റ്, അൻപു ഉദയം പാർട്ടി. നമ്മുടെ അൻപു ഉദയം കച്ചിയെക്കുറിച്ച് ഒരു പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, നമ്മുടെ അൻപു ഉദയം കച്ചിയിലെ അംഗങ്ങളായ ആളുകൾ സമൂഹത്തിൽ വലിയ സമ്പന്നരോ സ്വാധീനമുള്ളവരോ അല്ല. അവരും പ്രശസ്തരല്ല. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന സാധാരണക്കാരാണ് അവർ. അവരുടെ ദൈനംദിന ചെലവുകൾ കൈകാര്യം ചെയ്യാനും ഭാവിയിൽ അടുത്തത് സുരക്ഷിതമാക്കാനും കഴിയുന്ന ഒരു അവസ്ഥയിലാണ് അവർ. അവരുടെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ, ഞാൻ അവരെ സഹായിക്കാൻ വാഗ്ദാനം ചെയ്തപ്പോഴും, നിങ്ങളുടെ സഹായം ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു സർക്കാരായി വന്ന് എല്ലാവർക്കും വേണ്ടി അത് ചെയ്യൂ, അത് മതി ഞങ്ങൾക്ക് എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ അവർ വളരെ പക്വതയുള്ളവരാണ്. അൻപു ഉദയം കച്ചിയുടെ നേതാവെന്ന നിലയിൽ ഒരു നിമിഷം എനിക്ക് നട്ടെല്ലിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. രാഷ്ട്രീയത്തിലെ അംഗങ്ങളെക്കുറിച്ചുള്ള ധാരണ കാരണം ഞാൻ അവരെ ശരിയായി നയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മാത്രമല്ല, അവരും എനിക്ക് പരിചിതരല്ല. ജനറൽ സെക്രട്ടറിയോടൊപ്പം പാർട്ടിയിലേക്ക് അംഗങ്ങളെ ചേർക്കുമ്പോൾ, അൻപു ഉദയം കാച്ചിയുടെ നയങ്ങൾ അംഗീകരിക്കുന്നവർ മാത്രമേ അംഗങ്ങളാകാവൂ എന്ന അൻപു ഉദയം കാച്ചിയുടെ തത്വത്തിൽ ഞങ്ങൾ പ്രാരംഭ അംഗത്വ ഡ്രൈവ് നടത്തി, എനിക്ക് പരിചയമില്ലാത്ത അജ്ഞാത വ്യക്തികളാണെങ്കിൽ പോലും. അൻപു ഉദയം കാച്ചിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പാർട്ടിക്ക് വേണ്ടി അംഗങ്ങളിൽ നിന്ന് എനിക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ അവർക്കായി ഒന്നും ചെയ്തിട്ടില്ല. രാജ്യത്തിന് ഒരു പൊതു രാഷ്ട്രീയ സംവിധാനം ഉണ്ടായിരിക്കണം എന്ന തത്വത്തിലാണ് ഞാൻ ഞങ്ങളുടെ അൻപു ഉദയം കാച്ചി രാഷ്ട്രീയം നടത്തുന്നത്. അതുപോലെ അൻപു ഉദയം അതിന്റെ രാഷ്ട്രീയ തത്വങ്ങളെ അടിസ്ഥാനമാക്കി രാജ്യമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ നമുക്ക് എങ്ങനെ അതിൽ പണം ചെലവഴിക്കാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ മാധ്യമ ഉടമകൾക്ക് പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, റേഡിയോ ചാനലുകൾ, ജേണലുകൾ ഒഴികെയുള്ളവ, പത്രപ്രവർത്തകർ, വീഡിയോഗ്രാഫർമാർ, ഫോട്ടോഗ്രാഫർമാർ, റിപ്പോർട്ടർമാർ, മാധ്യമ പ്രവർത്തകർ, അവരുടെ ചാനൽ കമ്പനികൾ എന്നിവയ്ക്ക് ഞങ്ങൾ സാമ്പത്തികമായി ഒന്നും നൽകിയിട്ടില്ല. ഒരുപക്ഷേ അതുകൊണ്ടാണ് മാധ്യമങ്ങൾ മാഗസിനുകളിലും ജേണലുകളിലും പ്രസിദ്ധീകരിക്കാത്തത്. ടെലിവിഷൻ, റേഡിയോ ചാനലുകളിൽ നമ്മുടെ അൻപു ഉദയം കാച്ചിയുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള ഏതെങ്കിലും വാർത്തകൾ പൂർണ്ണമായും അവരുടെ വായനക്കാർക്കും കാഴ്ചക്കാർക്കും സബ്സ്ക്രൈബർമാർക്കും ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ജനാധിപത്യ രാഷ്ട്രമായ വോട്ടർമാരായ പൗരന്മാർക്ക് പ്രക്ഷേപണം ചെയ്തില്ലേ എന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോൾ പോലും ഈ 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നമ്മുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഐഡന്റിറ്റിയായ അൻപു ഉദയം അടിസ്ഥാനമാക്കി രാജ്യത്തെ ജനങ്ങൾക്ക് സ്വയം പരസ്യപ്പെടുത്തുന്നതിന് ഞങ്ങൾ കാര്യമായ സാമ്പത്തിക നിക്ഷേപമൊന്നും നടത്തിയിട്ടില്ല. അവരുടെ സ്വത്വത്തിന്റെ ഏതെങ്കിലും ഐഡന്റിറ്റി മറച്ചുവെക്കാനും സ്വയം പരസ്യപ്പെടുത്തണമെങ്കിൽ, രാഷ്ട്രീയത്തിൽ ഹ്രസ്വകാല നേട്ടങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ അന്വേഷിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ അങ്ങനെയല്ലാത്തതിനാൽ രാഷ്ട്രീയം പോലെ സേവന മനോഭാവത്തോടെ ഒരു ജനാധിപത്യ കടമ നിർവഹിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായ ചെലവുകൾ മാത്രമേ ഉണ്ടാകൂ. ഓരോന്നിനെയും ശ്രദ്ധാപൂർവം നോക്കുകയും എന്താണ് വേണ്ടത്, എന്താണ് അത്യാവശ്യം, എന്താണ് നിർബന്ധം എന്ന് പരിഗണിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു മുഴുവൻ സമയ ജോലിയായി ചെയ്യുന്നു. അത്തരമൊരു വശം അൻപു ഉദയം കച്ചിയെ സംബന്ധിച്ചിടത്തോളം. എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും രാജ്യത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോഴും എനിക്ക് സംഭവിച്ചതൊന്നും സ്വാഭാവികമല്ല. അതിനാൽ എന്റെ ജീവിതം പാഴായി പോകുന്നു. കാരണം എനിക്ക് അവശേഷിക്കുന്നത് സാമ്പത്തിക നഷ്ടം മാത്രമാണ്. ഇന്ത്യയിൽ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് ഇന്ത്യൻ യൂണിയൻ പാർലമെന്റിലെയും തമിഴ്നാട് സംസ്ഥാന നിയമസഭയിലെയും അംഗങ്ങളായ ഈ ഭരണകക്ഷികൾ നമ്മുടെ സഹപൗരന്മാർ പ്രതിനിധികളായി തിരഞ്ഞെടുത്ത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത അൻപു ഉദയം കച്ചിയെ ഈ പ്രക്രിയയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതിനാൽ, അൻപു ഉദയം കച്ചി സെംബൂസെ എം സുഭാഷ് ബാബുവിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ ഈ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും നമ്മുടെ പണവും സമയവും ജോലിയും ജീവിതവും പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൂടാതെ അൻപു ഉദയം എന്ന നമ്മുടെ രാഷ്ട്രീയ സ്വത്വത്തിലൂടെ ഭരണകക്ഷികൾക്ക് രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെടാൻ നമുക്ക് ഒന്നും ബാക്കിയില്ല.
ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അൻപു ഉദയം കാച്ചിയുടെ പാർട്ടി പദവി ഉപേക്ഷിച്ച് സമാധാനപരമായ സാഹചര്യങ്ങളിൽ നിന്ന് എന്റെ വ്യക്തിപരമായ ദൈനംദിന ജീവിതം തുടരാൻ ഞാൻ തീരുമാനിച്ചു. എനിക്കത് എങ്ങനെ ഉടനടി ചെയ്യാൻ കഴിയും? കാരണം 25 വർഷത്തിലേറെയായി ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരനെന്ന നിലയിൽ, വോട്ടർ എന്ന നിലയിൽ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് ശേഷം, അൻപു ഉദയം മക്കൾ വെറ്റ്പാലാർ എന്ന പാർട്ടിക്കുവേണ്ടിയും അൻപു ഉദയം കാച്ചിയുടെ സ്ഥാപകനായും പ്രസിഡന്റായും പാർട്ടി നയിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി തലത്തിൽ നിന്ന് രാഷ്ട്രീയം വിടുന്നതിന് മുമ്പ് ആരെയെങ്കിലും അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയതിനാൽ ഈ അവസരത്തിനായി ഞാൻ ഇതുവരെ കാത്തിരുന്നു. ഇത് ആരോടെങ്കിലും പറയുന്നതിനു പകരം ആ ശരിയായ സ്ഥലത്തിനായി എന്തെങ്കിലും അറിയിക്കുമ്പോൾ മാത്രമേ അർത്ഥവത്തായ ഒരു കാര്യം ഉണ്ടാകൂ. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ശരിയായ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ അൻപു ഉദയം കച്ചിയുടെ പേരിൽ ഭരണകക്ഷി രാഷ്ട്രീയത്തിൽ ജനാധിപത്യ വിരുദ്ധമായി എന്താണ് നേരിടുന്നതെന്ന് ഞങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടി തലത്തിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിങ്ങൾ ഇപ്പോൾ എല്ലാം മുമ്പ് നിരവധി കത്തുകൾ വഴിയും 2025 ഓഗസ്റ്റ് 12-ന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അൻപു ഉദയം കച്ചിയോട് പാർട്ടി രജിസ്ട്രേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മാത്രമുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 6 വർഷമായി നിങ്ങളുടെ അൻപു ഉദയം കച്ചി എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാത്തത് എന്ന് ചോദിച്ചതിന് അൻപു ഉദയം കച്ചി അയച്ച ഷോകോസ് നോട്ടീസിന് ഭരണപരമായി ഒരു മറുപടി നൽകുന്നത് ഞങ്ങൾക്ക് നല്ലതാണെന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്ന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷനിൽ നിന്ന് അൻപു ഉദയം കച്ചി എന്ന പാർട്ടിയെ ഞങ്ങൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അൻപു ഉദയം കച്ചിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ സെംബോട്സി എം സുഭാഷ് ബാബു ഇത് പ്രയോജനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രമാത്രം. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായ ഈ ഭരണകക്ഷി 1951-ലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ജനാധിപത്യ തത്വങ്ങൾക്കനുസൃതമായി ഈ പാർട്ടിയിലെ അംഗങ്ങളിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളെ ഉപയോഗിച്ച് സർക്കാരിനെ ശരിയായി നടത്തുന്നതായി തോന്നരുത്. അതേസമയം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായ നമ്മുടെ അൻപു ഉദയം കച്ചി രാഷ്ട്രീയം നടത്താനും ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും യോഗ്യയില്ലെന്ന് തോന്നുന്നില്ല. അത്തരം മണ്ടത്തരവും രാഷ്ട്രീയ പ്രേരിതവും ജനാധിപത്യപരമായി വഞ്ചനാപരവുമായ എൻട്രികൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫയലുകളിലും രേഖകളിലും പ്രത്യക്ഷപ്പെടുന്നത് തടയാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടികളെ രജിസ്റ്റർ ചെയ്യുകയും അധികാരപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥാപനം അൻപു ഉദയം കച്ചിയുടെ നേതാവായ സെംബോട്സി എം സുഭാഷ് ബാബു എന്ന ഞാൻ 2025 ഓഗസ്റ്റ് 15-ന് ഈ കത്ത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു മുൻകരുതൽ നടപടിയായി സമർപ്പിക്കുന്നു. 2025 ഓഗസ്റ്റ് 12-ന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് അയച്ച ഷോകോസ് നോട്ടീസിൽ ഉന്നയിച്ച തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ കത്ത് പ്രവർത്തിക്കുന്നത്. അൻപു ഉദയം കാച്ചിയുടെ നേതാവെന്ന നിലയിൽ ഞങ്ങളുടെ പാർട്ടി നേതൃത്വ പദവിയിൽ ഞാൻ ഇത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഈ കത്ത് നിങ്ങളുടെ ഓഫീസ് കാർഡ് ഫയലുകളിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥന അവതരിപ്പിക്കുന്നു. ജനാധിപത്യ രാജ്യത്ത് കുറഞ്ഞത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നടത്തുന്ന സെർവന്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകളെങ്കിലും ഈ കാര്യം അവർക്ക് അറിയണം. അത്തരമൊരു വ്യക്തി സത്യസന്ധമായി രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ജനാധിപത്യത്തിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ്. എന്നാൽ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഭരണപരമായോ ഔദ്യോഗികമായോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനായ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് അൻപു ഉദയം കാച്ചിക്ക് അവർക്ക് ഞങ്ങൾ നിസ്സഹായരാണ്. ജനാധിപത്യ രാജ്യത്തെ സഹജനങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യം കുറഞ്ഞത് ഒരു പൗരനെന്ന നിലയിൽ സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരെങ്കിലും അത് മനസ്സിലാക്കണം. അതിനായി ആ കാർഡ് ഫയല് അവിടെ സൂക്ഷിക്കണം. ഇടയ്ക്കിടെ വായിക്കുന്നവർ അവരുടെ കടമ കൃത്യമായി ചെയ്യട്ടെ. അതിനുശേഷം 2016-ലെ തമിഴ്നാട് നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ്
2016 ഏപ്രിൽ 10 മൈലാപ്പൂർ കർപ്പകം ഇന്റർനാഷണൽ ബാങ്ക്വറ്റ് ഹാളിൽ വെച്ച്. അൻപു ഉദയം കച്ചി പാർട്ടിയുടെ രാഷ്ട്രീയ നയ പ്രചാരണ ഗാനങ്ങളുടെ 8 CD, പാർട്ടി നേതാവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗങ്ങളുടെ ഒരു സമാഹാരം, പാർട്ടിയുടെ നിലപാടുകളെക്കുറിച്ചുള്ള ഒരു പ്രസംഗം എന്നിവ ഞങ്ങൾ പുറത്തിറക്കി. പിന്നീട് ഓരോ കാലഘട്ടത്തിലും ജനങ്ങളുടെ ക്ഷേമത്തിലും സുരക്ഷയിലും രാജ്യത്തിന്റെ ക്ഷേമത്തിലും സുരക്ഷയിലും അൻപു ഉദയം കാച്ചിയുടെ രാഷ്ട്രീയ പ്രവർത്തന വാർത്തകൾ മാധ്യമങ്ങൾ നിരന്തരം മറച്ചുവെച്ചുകൊണ്ടിരുന്നു. അവരുടെ കാഴ്ചക്കാർക്കും വായനക്കാർക്കും പൗരന്മാർ എന്ന നിലയിൽ വരിക്കാർക്കും അൻപു ഉദയം കാച്ചിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണ സംഭാവനകളുടെയും വാർത്തകൾ പുറത്തുവിടാതെ മറച്ചുവെച്ചു. ജനാധിപത്യ പൗരന്മാരുടെ രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വിരുദ്ധമായ ഒരു ജനാധിപത്യവിരുദ്ധ നയം പ്രസിദ്ധീകരിക്കാനും പ്രക്ഷേപണം ചെയ്യാനും പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, റേഡിയോ ചാനലുകൾ എന്നിവ സ്വീകരിച്ചു വരികയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ശേഷം 1950 ജനുവരി 26 അൻപു ഉദയം കാച്ചി 2015 മാർച്ച് 16 കമ്പം VOC ഗ്രൗണ്ടിൽ അൻപു ഉദയം കാച്ചി പ്രതിഷേധം പുറപ്പെടുവിച്ചു. അവിടെ പുറപ്പെടുവിച്ച അൻപു ഉദയം ഡെമോക്രാറ്റിക് മീഡിയ പോളിസി 83 അടിസ്ഥാനമാക്കിയുള്ള പ്രമേയങ്ങൾ കേന്ദ്ര സർക്കാരിന് അയച്ചു. 1950 ഇന്ത്യൻ ഭരണഘടന പോലെ ജനാധിപത്യ രാജ്യമായ റിപ്പബ്ലിക്കിലെ പൗരന്മാരുടെ അടിസ്ഥാന രാഷ്ട്രീയ അവകാശങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് തമിഴ്നാട് സംസ്ഥാന ഭരണകക്ഷി സർക്കാർ നിരീക്ഷിക്കുകയും 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ പൗരന്മാരുടെ ജനാധിപത്യ രാഷ്ട്രീയ അവകാശങ്ങളുടെ സംരക്ഷണം വീണ്ടും ഉറപ്പാക്കുകയും അൻപു ഉദയം കച്ചിയുടെ ഈ പ്രതിഷേധ പ്രസംഗത്തിലൂടെ അത് നടപ്പിലാക്കുകയും വേണം. 2015 മാർച്ച് 16 നടന്ന ഈ ഡിമാൻഡ് പ്രമേയ പ്രതിഷേധത്തിന്റെ മുഴുവൻ സംഭവങ്ങളും തമിഴ്നാട്ടിലെ തേനി ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഇന്റലിജൻസ് വിഭാഗം വീഡിയോയിൽ പകർത്തി. അൻപു ഉദയം കച്ചിയുടെ 4ാം വാർഷിക ചടങ്ങും നേട്ട അവതരണ സമ്മേളനവും പൊതുസമ്മേളനവും 2016 സെപ്റ്റംബർ 19 7ാം വാർഷിക ചടങ്ങും നേട്ട അവതരണ പൊതുസമ്മേളനവും 2019 ഫെബ്രുവരി 15 ഗൂഡല്ലൂരിലെ പഴയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള അൻപു ഉദയം ഗ്രൗണ്ടിൽ നടന്നു. അൻപു ഉദയം കച്ചിയുടെ സംസ്ഥാന ആസ്ഥാനം ഇവിടെയാണ്. ഈ രീതിയിൽ ഓരോ കാലഘട്ടത്തിലും അൻപു ഉദയം കച്ചിക്കുവേണ്ടി രാഷ്ട്രീയം നടത്തിയപ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ, സമ്മേളനങ്ങൾ, പൊതുയോഗങ്ങൾ, നിരാഹാര സമരങ്ങൾ, ഉപവാസ സമരം നടത്തിയപ്പോൾ, പാർട്ടിക്കുവേണ്ടി പ്രതിഷേധങ്ങൾ ആവശ്യപ്പെട്ട് പരിഹാരം ആവശ്യപ്പെട്ടപ്പോൾ, പ്രസക്തമായ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പ്രചാരണ ലഘുലേഖകളും അൻപു ഉദയം ഹോളി ബുക്ക് ഓഫ് പൊളിറ്റിക്സ് പുസ്തകങ്ങളും തമിഴ് ഭാഷാ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ, അൻപു ഉദയം കച്ചിയുടെ രാഷ്ട്രീയ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ, പുസ്തക പ്രസിദ്ധീകരണ ചടങ്ങും CD പ്രകാശനവും നടത്തിയപ്പോൾ, പാർട്ടി ഓഫീസ് നടത്തുമ്പോൾ, പത്രസമ്മേളനങ്ങൾ നടത്തിയപ്പോൾ, തപാൽ വഴി കത്തുകൾ അയക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഗതാഗത ചെലവുകൾ, ചടങ്ങുകൾ നടത്തുകയും മറ്റ് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പാർട്ടി ചെലവുകൾ വഹിക്കുകയും ചെയ്തപ്പോൾ, അൻപു ഉദയം എന്ന എന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ വ്യക്തിത്വത്തിൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും, അൻപു ഉദയം മക്കൾ വെറ്റ്വാലർ, ജനകീയ സ്ഥാനാർത്ഥി എന്ന പേരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും, ഞങ്ങൾ ഒരു പാർട്ടി നടത്തുകയും അൻപു ഉദയം കാച്ചി എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പദവിയിൽ സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിട്ടും ഞങ്ങൾ ആരോടും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. അത് വ്യക്തിഗത ഫണ്ടുകൾ, പാർട്ടി ഫണ്ടുകൾ, പാർട്ടി കെട്ടിട നിർമ്മാണ ഫണ്ടുകൾ, പാർട്ടി വികസന ഫണ്ടുകൾ, തിരഞ്ഞെടുപ്പ് ഫണ്ടുകൾ, മീറ്റിംഗ് ഫണ്ടുകൾ, കോൺഫറൻസ് ഫണ്ടുകൾ, ഫണ്ട് റൈസിംഗ് ഇവന്റ് ഫണ്ടുകൾ, പൊതുസഹായ ഫണ്ടുകൾ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് റൈസിംഗ് മാർഗങ്ങൾ എന്നിങ്ങനെ അവർ ഒരിക്കലും ഞങ്ങൾക്ക് സ്വമേധയാ നൽകിയില്ല. ഞങ്ങൾ ആരിൽ നിന്നും സംഭാവനകൾ പോലും സ്വീകരിച്ചില്ല. പാർട്ടി സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി തല രജിസ്ട്രേഷനിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്താൽ എല്ലാ വിധത്തിലും ലഭിക്കുന്ന ഔദ്യോഗിക സാമ്പത്തിക സംഭാവനകൾ ഉപയോഗിച്ച്
ഞങ്ങളുടെ അൻപ് ഉദയം കച്ചി നടത്തുന്നതിലും രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നതിലും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിലും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ തലങ്ങളിലും ഞങ്ങളെ നയിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അതുപോലെ പാർട്ടി നടത്തുന്നതിന് ശക്തമായ ഒരു ഘടന സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഞങ്ങളുടെ അൻപ് ഉദയം കച്ചിയെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള ഒരു സഹായവും ചെയ്തില്ല. അൻപ് ഉദയം കച്ചിയുടെ പാർട്ടി രജിസ്ട്രേഷനുശേഷം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പാർട്ടിയുടെ ഘട്ടത്തിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന പരിചയമില്ലാത്തവർ. ഞങ്ങൾ ആരിൽ നിന്നും ഒരു ഫണ്ടും ആവശ്യപ്പെട്ടില്ല. അവർ ആരും ഞങ്ങൾക്ക് ഒന്നും നൽകിയില്ല. ഞങ്ങൾ ആരിൽ നിന്നും ഒരു സംഭാവനയും സ്വീകരിച്ചില്ല. അവർ ആരും സ്വമേധയാ ഒന്നും വാഗ്ദാനം ചെയ്തില്ല. ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളുടെയോ വ്യക്തിപരമായോ ഏതെങ്കിലും ഉറവിടങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അൻപ് ഉദയം കച്ചി ആരിൽ നിന്നും പിന്തുണ സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഈ ഫണ്ടുകൾ ഞങ്ങളുടെ സ്വന്തം ചെലവിൽ ഞങ്ങളുടെ അൻപ് ഉദയം കച്ചിക്കായി ചെലവഴിച്ചത്. അതിനുശേഷം ഒരു നിശ്ചിത കാലയളവ് വരെ ഞങ്ങൾ അത് ചെലവഴിച്ചു. അപ്പോൾ പ്രായോഗികമായി അവരെ നിരീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു നിഗമനത്തിലെത്തി. ഒരു വശത്ത് രാഷ്ട്രീയ മേഖലയുടെയും തിരഞ്ഞെടുപ്പ് മേഖലയുടെയും എല്ലാ കാലഘട്ടങ്ങളിലും ഓരോ ഘട്ടത്തിലും ഭരണകക്ഷിയുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും അതിക്രമങ്ങൾ തുടർച്ചയായി ഞങ്ങളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. മറുവശത്ത് സർക്കാർ ഘടനയ്ക്കുള്ളിലെ അവരുടെ ഭരണപരമായ ക്രമക്കേടുകൾ ഞങ്ങൾ തുടർന്നും അനുഭവിക്കുന്നു. ഇത് ഏത് ഘട്ടത്തിലും അവസാനിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പ് മേഖലയിലും അവസാനിക്കുന്നില്ല. യൂണിയൻ പാർലമെന്റിലും സംസ്ഥാന നിയമസഭയിലും ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വയം രൂപപ്പെടുത്തിയ ഒരു ദ്വികക്ഷി സംവിധാനത്തിൽ ഇത് തുടരും. അവർ ഇതിന് അവസാനമില്ല. കാരണം ഈ രണ്ട് പാർട്ടികളും രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ഒരു മൂന്നാം കക്ഷിക്ക് ഇടം നൽകുന്നില്ല. അതിനാൽ രാഷ്ട്രീയ മേഖലയും തിരഞ്ഞെടുപ്പ് മേഖലയും അവരുടെ കൈകളിൽ നിലനിർത്താൻ അവർ മനഃപൂർവ്വം ഇത് ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമാണ്. അതിനുശേഷം ഞങ്ങളുടെ സ്വന്തം സമയവും പണവും ഇതിനായി ചെലവഴിക്കുന്നത് വെറുതെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടെ ഞങ്ങളുടെ അൻപ് ഉദയം കച്ചിയുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രം സമയവും പണവും ചെലവഴിക്കുന്നു. അതുപോലെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2025 ഓഗസ്റ്റ് 12 അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടിയായി 2025 ഓഗസ്റ്റ് 15 ഈ കത്ത് എഴുതിയതിന് അൻപ് ഉദയം കച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ സമയവും പണവും ചെലവഴിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, ഭരണകക്ഷി, ഭരണാധികാരികൾ എന്നിവർ സർക്കാർ ഘടനയ്ക്കുള്ളിൽ നിന്ന് നടത്തുന്ന അതിക്രമങ്ങളും അരാജകത്വവും മൂലമുണ്ടാകുന്ന രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ അസാധാരണ സാഹചര്യങ്ങൾ അൻപ് ഉദയം കച്ചിയെ നേരിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുന്നു. കൂടാതെ 2009 ഓഗസ്റ്റ് 18 കമ്പം നിയമസഭാ മണ്ഡലം ഉപതിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിച്ചതു മുതൽ നിരവധി കത്തുകളിലൂടെ അൻപ് ഉദയം കച്ചി ഇത് വിശദമായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 2025 ഓഗസ്റ്റ് 12 ഭരണകക്ഷിയായ അൻപ് ഉദയം കച്ചിയുടെ അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യം അതേപടി തുടരുന്നു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവ എല്ലായ്പ്പോഴും ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പാർട്ടികൾ സർക്കാരിനുള്ളിൽ ഭരണകക്ഷിയായും എതിരാളി പാർട്ടിയായും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തിക്കുന്നു. ഭരണപരമായി ഭരിക്കാനും തിരഞ്ഞെടുപ്പ് നടത്താനും സർക്കാർ ഘടനയ്ക്കുള്ളിൽ നിന്ന് കൊണ്ടുവരാനും അവരെ പ്രാപ്തരാക്കുന്നു. ഒരു വശത്ത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകൃത പാർട്ടികളായി സർക്കാർ തലത്തിൽ ഇടപഴകാനും അതേസമയം രാഷ്ട്രീയത്തിൽ സഹകരിക്കാനും മറുവശത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത പാർട്ടികളായി പാർട്ടി തലത്തിൽ ഇടപഴകാനും. ഇതുപോലെ ഇത് ആ രണ്ട് പാർട്ടികളും ഒരേ സമയം തുടർച്ചയായി രണ്ട് വഴികളിലും പ്രവർത്തിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഇതിൽ അവർ ഗവൺമെന്റിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? ആരാണ് ഇത് ശ്രദ്ധിക്കുന്നത്? ആരാണ് ഇത് നിരീക്ഷിക്കുന്നത്? ഇതിൽ അവർ ഗവൺമെന്റിൽ ഭരണകക്ഷിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഭരണകക്ഷിയിൽ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഈ പ്രവർത്തനങ്ങളെ ആരാണ് വേർതിരിച്ചറിയുക?
സർക്കാരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുക. ഇതിൽ ആരാണ് ഇത് തീരുമാനിക്കുക? അതിൽ ആരാണ് നടപടിയെടുക്കുക? ഈ സാഹചര്യത്തിൽ അവർ സർക്കാരായി പ്രവർത്തിച്ചു. ഈ സാഹചര്യത്തിൽ അവർ ഭരണകക്ഷിയായി പ്രവർത്തിച്ചു. ഇന്ന് അത് വേർതിരിച്ചറിയാനും നിരീക്ഷിക്കാനും അസാധ്യമാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സർക്കാരിനെ നയിക്കുന്നത് ഭരണകക്ഷിയാണ്. അവർ ചെയ്തതിന് നമുക്ക് എങ്ങനെ അവർക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയും? അവർ നിയമലംഘനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞതിനു ശേഷവും. അവർക്കെതിരെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കെതിരെയും ജുഡീഷ്യറി നിയമ നടപടിയും ഭരണപരമായ നടപടിയും ആരാണ് സ്വീകരിക്കേണ്ടത്? യൂണിയൻ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭയിലെയും അംഗങ്ങളിൽ ജനാധിപത്യ രീതിയിൽ അവരുടെ പാർട്ടികളിലെ അംഗങ്ങൾ അവരുടെ തെറ്റിനും പ്രവർത്തനങ്ങൾക്കും അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അല്ലാത്തപക്ഷം ആരാണ് അവർക്കെതിരെ നടപടിയെടുക്കുക? ആരും അത് കാര്യമാക്കുന്നില്ല. എന്നിരുന്നാലും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വയം പ്രതിരോധിക്കാൻ വിടുകയും ചെയ്ത അൻപു ഉദയം കാച്ചി ഇപ്പോൾ അതിന്റെ നേതൃത്വ തലത്തിലാണ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഈ രണ്ട് പാർട്ടികളിൽ നിന്ന് ഭരണപരമായി എങ്ങനെ കരകയറാം? ഇനി മുതൽ അതിന്റെ രാഷ്ട്രീയം എങ്ങനെ നടത്താം? തിരഞ്ഞെടുപ്പുകളെ എങ്ങനെ നേരിടാം? എങ്ങനെ ജനാധിപത്യപരമായി ഇതിനെ സമീപിക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു. ഇങ്ങനെ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഞാൻ ഒന്നിനുപുറകെ ഒന്നായി ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഇതിനെല്ലാം ആരാണ് ഉത്തരം നൽകുക? ഏകദേശം 147 കോടി പൗരന്മാർ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പൗരന്മാർ ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന പ്രശ്നം മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥ ജനാധിപത്യം സ്ഥാപിക്കപ്പെടും. ഇത് സാധ്യമാക്കുന്നതിനാണ് അൻപു ഉദയം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ഏകദേശം 147 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ സർക്കാർ സേവനത്തിലിരിക്കുമ്പോൾ അവരുടെ ജനാധിപത്യ കടമകൾ നിർവഹിക്കുന്നവരുമുണ്ട്. അവർ സർക്കാരിലായതിനാൽ എല്ലായ്പ്പോഴും നമ്മുടെ പ്രതിനിധികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് അവർക്ക് നന്നായി അറിയാം. ഇതിന്റെ പ്രയോജനം എന്താണ്? അൻപു ഉദയം കച്ചി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കും? അവർ സ്വമേധയാ മുന്നോട്ടു വരുമോ? അവർ തങ്ങളുടെ ജനാധിപത്യ കടമ ന്യായമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഏകദേശം 147 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ 98 കോടി ജനവിഭാഗങ്ങളുള്ള ഈ സഹപൗരന്മാരുടെ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് മൊത്തം ജനസംഖ്യയുടെ 2/3 ഭാഗവും വരുന്ന ഇന്ത്യൻ സഹവോട്ടർമാർക്ക് ഓരോ നിയോജക മണ്ഡലത്തിലെയും മുഴുവൻ രാജ്യത്തിലെയും സ്ഥാനാർത്ഥികളിൽ നിന്ന് 6000 പേരുടെ പ്രതിനിധികളെ അവരെ ഭരിക്കാനും അവരുടെ സർക്കാർ നടത്താനും ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പിലൂടെ ശരിയായി തിരഞ്ഞെടുക്കാൻ പോലും കഴിയാത്തതിൽ അൻപു ഉദയം വളരെ ദുഃഖത്തോടെ ചൂണ്ടിക്കാണിക്കാൻ നിർബന്ധിതനായി. രാഷ്ട്രീയ പരിജ്ഞാനമില്ലാത്ത ഈ തിരഞ്ഞെടുപ്പ് വോട്ടർമാർക്ക് തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തത് ഇന്നത്തെ കണക്കനുസരിച്ച് 0.0040081632 6000 കോടി ശരിയായ തിരഞ്ഞെടുപ്പുകളിലൂടെ ഈ 6000 പ്രതിനിധികളെ മാത്രം തിരഞ്ഞെടുക്കുന്നത് ഒരു മരുഭൂമി രാഷ്ട്രീയ അഭയാർത്ഥികളുടെ ജനാധിപത്യ പരാജയത്തിന് ഉദാഹരണമാണ്. ഈ 98 കോടി ബഹുജന പൗരന്മാരുടെ നിസ്സഹായയിലും ജനസംഖ്യയുടെ 1/10 വരുന്ന 15 കോടി സഹപൗരന്മാരുടെയും വോട്ടർമാരുടെയും ഫലപ്രദമായ രാഷ്ട്രീയ പങ്കാളിത്തത്തിന്റെ അഭാവത്തിലും അൻപു ഉദയം കച്ചി അഗാധമായ ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ ജനാധിപത്യ വ്യവസ്ഥയിലെ വിവിധ സർക്കാർ ഘടനകൾക്കുള്ളിൽ ജോലി ചെയ്യുന്ന സേവകരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഈ 98 കോടി ബഹുജന വോട്ടർമാർക്ക് അവരുടെ സഹവോട്ടർമാരിൽ നിന്ന് വളരെ ചെറിയ എണ്ണം 6000 പ്രതിനിധികളെ പോലും തിരഞ്ഞെടുപ്പിലൂടെ ശരിയായി തിരഞ്ഞെടുക്കാൻ കഴിയാത്തപ്പോൾ ഈ ബഹുജന പൗരന്മാരുടെ രാഷ്ട്രീയ സ്ഥാനം എത്ര ദുർബലമാണെന്നും തിരഞ്ഞെടുപ്പ് സാഹചര്യം എത്ര ദയനീയമാണെന്നും ഈ സർക്കാർ സേവകരുടെ ഭരണപരമായ അവസ്ഥ എത്ര മോശമാണെന്നും ജനാധിപത്യത്തിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണെന്നും മനസ്സിലാക്കി രാഷ്ട്രീയമായി ജനാധിപത്യവാദിയെപ്പോലെ അൻപു ഉദയം കച്ചിയുടെ പ്രസിഡന്റ് ഹൃദയം തകർന്നു. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻപു ഉദയം കാച്ചി പ്രസിഡന്റ് സെംബോട്സി എം സുഭാഷ് ബാബു എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജനാധിപത്യ വീക്ഷണകോണിൽ നിന്ന് എത്രമാത്രം രക്തക്കണ്ണീർ ഒഴുക്കിയാലും
അത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ നമ്മുടെ പൗരന്മാരുടെ ഹൃദയങ്ങൾക്ക് ഒരു ആശ്വാസവും നൽകില്ല. അൻപു ഉദയം കാച്ചിക്ക് മാത്രം ഈ വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. നാമെല്ലാവരും സഹപൗരന്മാരായി ഒന്നിക്കുകയും ആ ദേശീയ മനോഭാവത്തോടെ നിർണായകമായി പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ജനാധിപത്യത്തിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയൂ. അൻപു ഉദയം കാച്ചി ലളിതമായി രാഷ്ട്രീയം നടത്തുകയും സത്യസന്ധമായി തിരഞ്ഞെടുപ്പുകളെ സമീപിക്കുകയും ചെയ്യുന്നു. രാജ്യത്തെ ഈ അരാജകത്വങ്ങൾക്കിടയിൽ ജനാധിപത്യ തത്വങ്ങൾക്കനുസൃതമായി സത്യസന്ധമായ സമീപനത്തിലൂടെ ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന ചോദ്യത്തെ അൻപു ഉദയം രാഷ്ട്രീയം നേരിടുന്നു. അൻപു ഉദയം കാച്ചി സെമ്പൂഡ്സി എം സുഭാഷ് ബാബുവിന്റെ നേതാവെന്ന നിലയിൽ അൻപു ഉദയം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ. രാഷ്ട്രീയ തലത്തിൽ പാർട്ടി സംഘടനയുടെ എല്ലാ നിയമങ്ങളും അൻപു ഉദയം രാഷ്ട്രീയ ഭരണഘടന, ചാർട്ടർ, അരസിയാൽ നിയമം എന്ന പേരിൽ ഒരു രേഖയായി ഞാൻ സൃഷ്ടിച്ചു. അൻപു ഉദയം കച്ചി രജിസ്ട്രേഷൻ പ്രക്രിയയ്ക്കിടെ 2013 മാർച്ച് 13 ഞങ്ങൾ ഈ 52 പേജുള്ള രേഖ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു. 2009 മുതൽ 2025 വരെ അൻപു ഉദയം കച്ചി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് എഴുതിയ എല്ലാ കത്തുകളും പാർട്ടിയുടെ രജിസ്ട്രേഷൻ സമയത്ത് സമർപ്പിച്ച ഈ അനുബന്ധ ഫയലുകളും പരിശോധിച്ചാൽ മാത്രമേ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അൻപു ഉദയം കച്ചിയുടെ പൂർണ്ണമായ രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ഇവിടെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഒന്നുമില്ല. അൻപു ഉദയം കച്ചി അതിന്റെ അംഗങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർക്കുള്ള പാർട്ടിയാണിത്. നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമായ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിലെ എല്ലാ വിഭാഗം പൗരന്മാർക്കും വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണിത്. ജനങ്ങൾ അത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് ആ രാജ്യത്തെ ജനങ്ങളെ അൻപു ഉദയം കച്ചിയുടെ കീഴിൽ ഒന്നിപ്പിക്കുകയും പാർട്ടി തലത്തിൽ ഒരു ഗവൺമെന്റ് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പൗരന്മാരെ ഭരണനിർവഹണവുമായി സംയോജിപ്പിക്കുകയും അവരെ സർക്കാരിൽ പങ്കാളികളാക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് അൻപു ഉദയം കച്ചിയുടെ ലക്ഷ്യം. ജനാധിപത്യത്തിന്റെ അടുത്ത ഘട്ട രൂപമായ അൻപു ഉദയം ഭരണ സംവിധാനം, ഭരണം, ഇത് അതിന്റെ രാഷ്ട്രീയത്തിലൂടെ ജനാധിപത്യത്തിൽ ഒരു പുതിയ മാനത്തെയും പരിണാമത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ അൻപു ഉദയം രാഷ്ട്രീയത്തിന്റെ നയപരമായ സ്ഥിരതയിൽ പൊതുവായ ആശങ്കയുള്ള ഒരു നേതാവെന്ന നിലയിൽ പാർട്ടിയുടെ തുടക്കത്തിൽ തന്നെ ജനറൽ സെക്രട്ടറിയുടെ അംഗീകാരത്തോടെ ഞങ്ങളുടെ ഭാരവാഹികളുടെയും പ്രാരംഭ അംഗങ്ങളുടെയും പാർട്ടി തലത്തിൽ ഇത് ഇതിനകം തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് അൻപു ഉദയം കച്ചി രൂപീകരിച്ചത്. അൻപു ഉദയം കച്ചിയുടെ രജിസ്ട്രേഷൻ പ്രക്രിയയിൽ ഇത് ഇതിനകം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. അൻപു ഉദയം പൗരന്മാരുടെ സ്വന്തം രാഷ്ട്രീയം.